നന്ദിനിയുടെ ഇഷ്ടം ഇവിടെ നിൽക്കാനാ, എന്റെ അടുത്ത് നിൽക്കാനാ. എനിക്ക് എനിക്ക് നന്ദിനിയോട് സംസാരിക്കണം. എനിക്ക് എന്റെ അച്ഛനോട് സംസാരിക്കണം. എനിക്ക് ഫോൺ താ. തരാനല്ലേ പറഞ്ഞേ? അളിയ, ഫോൺ കിട്ടുന്ന പ്രശ്നമില്ല. അളിയൻ വെറുതെ വാശി പിടിച്ച് പട്ടിണി കിടന്ന ഇവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയാവും. ദേ, ഭക്ഷണം കൊണ്ടുവച്ചിട്ടുണ്ട്. ഇന്ദ്രജെ, അതെടുത്ത് കൊടുക്ക്. എനിക്ക് വേണ്ട, എനിക്കൊന്നും വേണ്ട. എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആരെ തോൽപ്പിക്കാനാടാ നീ ഭക്ഷണം വേണ്ടെന്ന് പറയുന്നേ? സൂര്യ, നീ ഒരു കാര്യം മനസ്സിലാക്കും. നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നീ എന്നോട് ബഹളം വെച്ച് കേറി പോകുമ്പോഴേ എന്റെ മനസ്സ് നിന്നെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. അവള് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവള് നിന്റെ അടുത്ത് നിൽക്കുന്നതിനും നിനക്ക് ഭക്ഷണം എടുത്ത് തരുന്നതിനും ഞാൻ ഒരു എതിർപ്പും പറയില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ഹോസ്പിറ്റലിൽ നിന്ന് നീ ആയിട്ട് ഇങ്ങോട്ട് എത്തുമ്പോ അവള് പോയിരുന്നു. ഇത് നിനക്ക് വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീ ഭക്ഷണവും മരുന്നും ഒക്കെ കൃത്യമായിട്ട് കഴിച്ചിട്ട് പെട്ടെന്ന് നിന്റെ ഈ അസുഖമൊക്കെ ഭേദാക്കിയിട്ട് നീ ഇറങ്ങിപ്പോയിട്ടും അവളെ അന്വേഷിച്ച് കണ്ടുപിടിക്കേ. ഞാനിത് വിശ്വസിക്കണോ? അല്ലേ? നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കണോ? അല്ലേ? മോനോട് സ്നേഹമുള്ള ഒരമ്മ, മരുമകളോട് മോനെ നോക്കുന്നതിൽ പരാതിയില്ലാത്തൊരമ്മ. പത്മ മേഡം, എന്തിനാ ഇതൊക്കെ പറഞ്ഞു ഉള്ള വില കളയുന്നത്? എനിക്ക് ഓർമ്മയും ബുദ്ധി ഉള്ളിടത്തോളം കാലം നിങ്ങളെ ഞാൻ വിശ്വസിക്കില്ല. എന്റെ ചതി എന്താണെന്ന് ഞാൻ കണ്ടിട്ടുള്ളതാ. കൊല്ലാൻ മടിയില്ലാത്ത മനസ്സ് കണ്ടിട്ടുള്ളതാ. അതേടോ, എനിക്ക് ചതിക്കാനും കൊല്ലാനും ഒന്നിനും മടിയില്ല. എന്നാ നീ കേട്ടോ, നീ ഭക്ഷണം കഴിക്കണമെന്നും മരുന്ന് കഴിക്കണമെന്നും ഇവിടെ ആർക്കും നിർബന്ധമില്ല. എഴുന്നേറ്റ് നടക്കാനുള്ള പ്രാപ്തിയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ നോക്കിക്കോളും. ഇന്ദ്രജെ, ആ ഭക്ഷണം അവന് വേണമെങ്കിൽ കൊടുത്തേക്ക്. അവന് എഴുന്നേറ്റ് നടക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവൻ കഴിച്ചോളും, അല്ലെങ്കിൽ വേണ്ട. മമ്മി ഒന്നും മിണ്ടാതിരുന്നേ. സൂര്യ, നീ ഇത് കഴിക്കേ. എടാ, തമ്മി തല്ലാനും വഴക്കിടാനും ആണെങ്കിലും ആരോഗ്യം വേണ്ടേ? നീ എന്തായാലും ഇത് കഴിക്കേ. വാ കഴിക്കേ. സൂര്യ, കഴിക്കളിയാ. കഴിക്കേ. എനിക്ക് ജീവിക്കണം. എനിക്ക് ഇവിടുന്ന് എഴുന്നേക്കണം. എനിക്കെന്റെ നന്ദിയെ കണ്ടുപിടിക്കണം. അതിന് ഞാൻ തളർന്നു പോകാൻ പാടില്ല.
എന്താ അളിയ? അളിയന് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഇല്ല. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നന്ദിനി എവിടാ? നന്ദിനി എവിടാന്ന്? ഇന്ദ്രജ എന്നെ വിളിച്ചോ? ദാ വരുന്നേ. നിക്കവിടെ.